അവിടെ ഇരുന്നോട്ടെ. ഇതിൽ ഫോൺ നോക്കിപ്പോ. ഹലോ ചേട്ടാ കഴിഞ്ഞ ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ചിൻ്റെ 28 അപ്പം ഞാൻ അതിന് പോകാനായിട്ട് റെഡി ആവണം. അപ്പം ഞാൻ വേഗം ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വേഗം വീട്ടിലേക്ക് പോകും കേട്ടോ, എൻ്റെ വീട്ടിലേക്ക്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നൊക്കെ ചെറിയ ഫങ്ഷനാണ് കേട്ടോ, അധികം ആരെയും പേരെയൊന്നും വിളിക്കണില്ല. അപ്പോൾ നമുക്ക് വേഗം ഒരുങ്ങിയാലോ പോകാനായിട്ട്. വാ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മൊത്തം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ കുറേ എന്താണ്, ഒരു വീട് പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പം ഇന്നിപ്പോൾ സൺഡേ അല്ലേ, പണിക്കാരില്ല. അപ്പോൾ നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. വാ. ഞാൻ എവിടം വരെ കിട്ടുന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ, ഇഡ്ഡലിയും സാമ്പാറുമാണ്. അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്ക് വേഗം കഴിച്ചിട്ട് പോവാട്ടോ. സെയ്തുവിന് കോഫിയും എനിക്ക് ചായയാണ് കേട്ടോ. ലച്ചുവിനൊന്നും വേണ്ട. ലച്ചു രാവിലെ ഒന്നും അങ്ങനെ ചായയും കോഫിയൊന്നും കഴിക്കാറില്ല. ഇന്ന് പോവാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഫി പൗഡറാണ് എപ്പോഴും വാങ്ങാറ്, റെഡ് ടർട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി. ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് മേടിക്കാറ്. എനിക്കാണെങ്കിൽ കോഫി ഇഷ്ടമല്ല, കോഫിയുടെ ഫ്ലേവറിലെ ചോക്ലേറ്റ്സ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നമുക്കിനി വേഗം ക്യുക്കായിട്ട് ഒരുങ്ങി പോകണം. ഓക്കെ. നമുക്ക് ചായ ഉണ്ടാക്കാം. ഞാൻ ഒപ്പം തന്നെ പഞ്ചസാര ഇടും കേട്ടോ. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ എനിക്കൊരു വെള്ളച്ചവ വരുന്ന പോലെ ഫീൽ ചെയ്യും. എനിക്ക് ലാറ്റാസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഒത്തിരി ആറണം കോഫി. അല്ലെങ്കിൽ ആറ്റി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ട് വെക്കട്ടെ. അപ്പോഴത്തേക്കും ഇതേ ഇവിടെ പാല് കിടന്ന് തിളക്കട്ടെ ചായ. അമ്മയാണെങ്കിൽ വേഗം എത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെത്തോ ഒരുങ്ങി പിടിച്ചെത്തുമ്പോൾ എത്ര മണിയാവുന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. നന്നായിട്ട് കുറേ നേരം ഉറങ്ങി, ഒരു 8 മണി വരെ കിടന്ന് ഉറങ്ങിട്ടാ. പിന്നെ നമ്മുടെ കുഞ്ഞുമാവിടെ ആദ്യത്തെ പരിപാടിയല്ലേ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സത്യത്തിൽ എന്താന്നോ വിശക്കണില്ല, വിശക്കാത്ത പോലെ തോന്നുന്നു. എന്തെങ്കിലും കഴിച്ചിട്ട് പോവണ്ടേ. ഞാൻ അവരെ ചെന്ന് വിളിക്കണം. എത്ര പ്രാവശ്യം വിളിച്ചാലാന്നറിയോ എല്ലാരും ഒന്ന് ചായ കുടിക്കാൻ എത്തുള്ളൂ. എനിക്ക് ചായ നല്ല ചൂട് വേണ്ട, പക്ഷെ ആവശ്യത്തിന് ചൂടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. അത് വെള്ളം ഇതായതാ. വെച്ച് തട്ടല്ലേ. അപ്പൊ നമ്മള് ടി വി കണ്ടിട്ടാണ് എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വലിയ മാറ്റമൊന്നുമില്ല. ഇന്ന് മഴയൊക്കെ ഞങ്ങൾ വേഗം കഴിക്കട്ടെ കേട്ടാ.
അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്ന് എന്തൊക്കെയാണ് ഇടണത് എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ കാണിച്ചു തരാം. ലച്ചു ഇടുന്നത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ്. അപ്പൊ ഇടുമ്പോ എങ്ങനെയാ ഉണ്ടെന്ന് അപ്പൊ കാണാം. ലച്ചുവിന്റെ ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് സേതുവേണ്ടതായ ഒരു പാൻസും, സേതുവിന്റെ പുതിയതൊന്നും അല്ല കേട്ടാ, സേതുവിന്റെ പഴയതാണ്. അപ്പൊ ഇത് സേതുവേൻ്റെയാണ്. ഇത് ഈ ഒരു ഷർട്ടും ആണ് കേട്ടോ ഇടണത്. ഇത് രണ്ടും പഴയതാണ് കേട്ടോ. ഇത് ചുളുങ്ങിപ്പോയ ഈശ്വര, ഇന്നലെ തേച്ചിട്ടതാണ്. ചുളുങ്ങി ചെറുതായിട്ട്. ചിലപ്പോ ഒന്ന് തേക്കേണ്ടി വരും. ചിലപ്പോ ഒന്ന് തേക്കാം. പിന്നെ ഞാൻ ഉടുക്കണത് ഇതാണ് കേട്ടോ. ഞാനിത് ഒരു പ്രാവശ്യം ഞാൻ ഉടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഷോപ്പിൽ പോയപ്പോഴത്തേക്കും എനിക്ക് അവർ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ മുണ്ടുകട എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നതാണിത്. അപ്പൊ ഞാൻ അവിടെ വീഡിയോ ചെയ്യാനായിട്ട് ഞാനൊന്നും ഉടുത്തൊന്നല്ലാതെ പിന്നെ ഞാനിത് എടുത്തിട്ടില്ല. നല്ലൊരു സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇങ്ങനെ പോൾക്ക ഡിസൈൻ ഒക്കെ വന്നിട്ട് ഒരു റയർ കളറൊക്കെയാണ്. ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, കറക്റ്റ് പറയാൻ പറ്റണില്ല, ലൈൻസ് ഒക്കെ വന്നിട്ട്. ഞാൻ ഇതിൽ ബ്ലാക്ക് ബ്ലൗസ് ഇടണത്. ബ്ലാക്ക് ബ്ലൗസ് ആണ് കേട്ടോ ഇതിലിടണത്. അപ്പം വേറെ എൻ്റെ കയ്യിലില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റെഡും ഈ ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ഒക്കെ ഇടാം. പക്ഷെ എൻ്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ ഉള്ള ബ്ലൗസ് തന്നെ എടുത്തിടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എടുക്കുന്നത് സെറ്റ് മുണ്ടാണ് കേട്ടാ. ഇടി അച്ഛൻ്റെ ഷർട്ട് ചെറുതായിട്ട് ചുളുങ്ങിയിടി. നീ ഒന്നുകൂടെ തേക്കണോ? നീ കുളിക്കുമ്പോ അമ്മ തേക്കാം. ലച്ചു പെയർ ചെയ്യണത് ഇതാ ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് കരിവളയാണ് കേട്ടോ ലച്ചു ഇടാൻ വേണ്ടി പോണത്. ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് എങ്ങനെയാണെന്നറിയാം, മിക്സ് ചെയ്തെടുക്കാന്ന് ഓർത്ത്. ബ്ലാക്ക്, റെഡ്, ഗ്രീന്, ബ്ലാക്ക്, റെഡ്, ഗ്രീന്, ബ്ലാക്ക്, റെഡ്, ഗ്രീൻ, പിന്നെ എന്താണ് ലച്ചു, പിന്നെയും ബ്ലാക്ക്, ഗ്രീന്, ബ്ലാക്ക്, റെഡ്, ഗ്രീന്, ബ്ലാക്ക്. ഓക്കെ, ഇത് ബ്ലാക്ക് വെച്ചോ, അത് കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഇതാണ് കേട്ടോ ഞാൻ ഇടാൻ വേണ്ടി പോണത്. നമുക്ക് രണ്ടായിട്ട് വെക്കാം, എന്നിട്ട് ഇടാൻ നേരത്ത് കൂട്ടിയിടാം. അപ്പൊ ഇത് ഞാൻ ഇടാന്ന് വിചാരിച്ചു. മോന അതല്ലേ നല്ലത്. ഇതാണ് കേട്ടോ ഞാൻ ജിമുക്ക് ഇടാന്ന് വിചാരിച്ച്. അപ്പൊ ഇതാണ് ഞാൻ ഇടാൻ വേണ്ടി പോണ കാര്യങ്ങൾ. വള, ഇത് മാല ഞാൻ ഇത് തന്നെ, വേറെ ഇടണില്ല. ഇനി എല്ലാം എടുക്കണം. ഇത് മതി, ഇന്ന് സിമ്പിൾ ആയിട്ട് ഒരുങ്ങാം. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ, വള, കമ്മല്, പിന്നെ ലച്ചുവിന്റെ ഡ്രസ്സ്, ലച്ചുവിന് കുപ്പിവള ഉണ്ട് കേട്ടോ, ലച്ചു എടുത്തിട്ട് പോയി. പിന്നെ സേതന്റെ പാൻറ്റും കാര്യങ്ങളും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോണത്. ഇനി ഇതെല്ലാം ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട്. പെട്ടെന്നിട്ടൊന്ന് വേഗം, ഒയ്യോ ഇപ്പൊ തന്നെ 9:05, വേഗം ഒരുങ്ങട്ടെ കേട്ടാ. സാരില്ല. കൊറേ ഞങ്ങള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സേതുവണ്ണ എന്നിട്ട് എനിക്ക് ഈ സാരിയുടെ മുന്താണിയൊക്കെ കുത്തി തന്ന, അത് 4 പ്രാവശ്യം. പാവം. പക്ഷെ വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടായി, ഒന്നും വന്നില്ലായിരുന്നു. ഞങ്ങളുടെ വിചാരം വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഫോണിൽ എടുക്കുമ്പോഴാണ് കറക്റ്റ് വീഡിയോ ഓൺ ആണോ അല്ലയോ എന്നൊക്കെ എനിക്ക് അറിയുള്ളൂ. എനിക്ക് സേതുവിന്റെ ഫോണില് വീഡിയോ എടുക്കുമ്പോ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അധികം മേക്കപ്പ് എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടാ ചെയ്യാറുള്ളൂ. മുഖത്ത് ഇതുപോലെ ഫൗണ്ടേഷൻ അതൊന്നും ഇടൂല. എനിക്ക് എന്റെ കയ്യിലില്ല, ലച്ചു പറഞ്ഞ പോലെ. എനിക്കത് അലർജിയാണ്. എനിക്കത് പിന്നെ മേക്കപ്പ് വരുമ്പോ എനിക്ക് അത്ര ഭംഗിയും വരൂല. എനിക്ക് പിമ്പിൾസ് ഒക്കെ വരും. ഒറ്റ ക്രീമും എനിക്ക് പറ്റൂല. ഇതെന്തിനാടാ? അത് വിചാരിച്ച അവിടെ എന്താ ചെയ്യണേ. ഓക്കെ, ഇതിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇടാം. സെറ്റ് കൊണ്ട് ഉടുക്കാൻ എളുപ്പമാണ്, പക്ഷെ
ഉം. സെറ്റ് മുണ്ട് എടുക്കാൻ എളുപ്പം, പക്ഷെ അത് ഈ ഷേപ്പ് കറക്റ്റ് വി ആയിട്ട് വന്നില്ലെങ്കിൽ പോയി. അതൊക്കെ ഓണ. നമുക്കൊരു പൊട്ടെടുത്ത് വെക്കാട്ടാ, പൊട്ട് നോക്കണ്ടേ. പൊട്ട് വെച്ചിട്ടുണ്ട്. കമ്മല് ഉറുമ്പ് അടിക്കണം. കമ്മലിട്ടു മോനെ, ആ വളയും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് തന്നെ, നമ്മുടെ കൈ പൊട്ടിപ്പോവല്ലേ. ആ അങ്ങനെ തന്നെയാ ഇടുന്നത്. അപ്പൊ ദേ നമ്മൾ വള ഇട്ട് കഴിഞ്ഞ് ഇത് മാല ഞാൻ ഇത് തന്നെ ഇടണത്, മാറ്റണമൊന്നുമില്ല. എനിക്ക് വയ്യ. നമുക്കിനി മുടിയാണ് എനിക്ക് കെട്ടാനത്ര അറിയാത്തത്. മുടി ഉണങ്ങിയിട്ടുമില്ല. ഭയങ്കര സൈഡിലോട്ടായ അത് മതി, അമ്മമ്മയുടെ വീട്ടിലേക്കല്ലേ. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഇവിടെ കുറച്ച് ഗ്രേ ഹെയർ ഒക്കെ ഉണ്ട് കേട്ടോ, അപ്പൊ ഞാൻ അതൊന്ന് കവർ ചെയ്യണേ. പെർഫ്യൂം ഇതാണ് ഒരുങ്ങി കഴിഞ്ഞ്. വീട്ടിൽ ചെന്നിട്ട് അമ്മനോടൊന്ന് ഇതൊന്നും ആക്കിത്തരാം. എനിക്ക് കോൺ നേരെ വരാനിട്ട് ഭയങ്കര സങ്കടം. ഇപ്പൊ കറക്റ്റ് ആയില്ലേടി കുറച്ച്. ഇത് കണ്ട, ഇതോട്ടെ ഇങ്ങനെ നടക്കും. ഇത് കണ്ട, ഈ ഒരു ഭാഗവും ഈ ഒരു പാളിയും കൂടി ഇങ്ങനെ കുത്തിത്തരാൻ പറ്റുമോ എന്നാ ചോദിക്കണേ. കോൺ ഷേപ്പ് പിടിച്ച് 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 കോൺ ഷേപ്പ് ഇപ്പൊ സൈഡിലായി. അത് സാരമില്ല, അങ്ങനെയൊക്കെയാണല്ലോ ഒരുങ്ങുക. മനസ്സിലായ? ഇത് കണ്ട, ഇതും പിന്നെ ഇതിന്റെ അടി എവിടെയെങ്കിലും കുത്തിയാ മതി. ആ ഞാൻ അടി കൂടി എടുത്ത് കുത്തണം. ഓ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ട, ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സൈഡ് എവിടെയെങ്കിലും കുത്തിയാ മതി, ലൈറ്റ് ആയിട്ട്. അങ്ങനെയൊക്കെ ആളുകൾ കുത്തുമെന്ന്, ഞാൻ കുത്തും. അത് തന്നേക്കേട്ടാ ചെയ്തിട്ട് ഊബർ ബുക്ക് ചെയ്യണേ. ഞാൻ പരമാവധിയൊക്കെ ഞാൻ ഒരുങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ സെറ്റ് മുണ്ട് അത്ര അങ്ങോട്ട് എനിക്ക് കൊടുത്തിട്ട് ശരിയായിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും പോട്ടെ, കുറച്ച് എന്നിട്ട് കാണാം. ഇല്ലത് ഇതാണ് ലച്ചുവിന്റെ ഡ്രസ്സ്. ലച്ചു ഇങ്ങനത്തെ അങ്ങനെ ഇടാറില്ല, എപ്പോഴും ജീൻസും ടോപ്പൊക്കെയാണ് അവൾ ഇടാറ്. ഇപ്രാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ സുന്ദ ചേച്ചിയാണ് കേട്ടോ തയ്ച്ചു തന്നിരിക്കണം. നന്നായിട്ട് തയ്ച്ചു തന്നിട്ടുണ്ട്. ലച്ചുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടില് അമ്മേനോടും അനീത്തിനോടും അവള് പറഞ്ഞേക്കണത് പട്ടുപാവാടയാണെന്നാണ് കേട്ടോ, പറ്റിക്കണേണ് അവരാണ്. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഇപ്പഴത്തെ കയ്യിലൊരു വാച്ച് ഇട്ടായിരുന്നില്ലേ കൊച്ചിന്? ആ ഒന്ന് പോയേ. വേണ്ട, ഇനി അത് മതി. നോക്കട്ടെ, ഇത് കാണിക്കട്ടെ. അപ്പൊ ഇതാണ് കേട്ടോ ലച്ചുവിന്റെ ഡ്രസ്സ്. മാല ഉള്ളിലിട്ടേര്. ഊബർ ബുക്ക് ചെയ്യണേണേ. ഇത് ഓർത്ത് വെച്ചോട്ടാ. നീ എന്തേന്ന് കാണിച്ചേരി സാരിയൊക്കെ കൊടുത്തേക്കണത്? ഫുള്ള് കണ്ട്. ഇതാണ് ഞാൻ എങ്ങനെയൊക്കെ ഉടുത്ത, അതായത് 1 മണിക്കൂറിൽ കൂടുതൽ ഉടുത്ത സെറ്റുമുണ്ട്. അത്ര ശരിയൊന്നും ആയിട്ടില്ല, എന്നാലും ഓക്കെ. നമുക്കിനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പഴേ നമ്മള് ഊബർ വരട്ടെ, ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് പാക്കലാം. കണ്ട് ഇന്ന് നമ്മള് വീട്ടിലില്ല, പണിക്കാരും ഇല്ല. അപ്പൊ നല്ല വെയില്.
ഇന്നലെയൊക്കെ എത്ര ഡ്രസ് ഉണക്കാൻ കിടക്കാം. മിക്കവാറും വീട് അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഓർക്കണം. ആണോ? നല്ല രസമുണ്ടല്ലേ മെയിൽ ബോക്സ്. അവിടെ ഇരുന്നോട്ടെ മോനെ, അത് അവരുടെ വീടല്ലേ. ആ പൊട്ടിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഒരാള് ഫോൺ നോക്കി പോന്നു. ഓട്ടോ വന്ന് അങ്ങനെ നമുക്ക് ഓട്ടോ വന്നിട്ടാ. ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ അല്ലെ? ആ മറ്റൊരാള് ഞായറാഴ്ച അല്ലേ? അതെ, ആക്രിക്കട രാത്രിയും കൊണ്ടൊരു വലിയ സൈക്കിളിൽ ഒരാളിങ്ങനെ സൈക്കിളോട്ടി പോണ്ടായില്ലേ? അയാള് ഈ ഫോണും സ്റ്റാൻഡും നോക്കിയേക്ക്. അയാളില്ലേ ഇത് നോക്കിയേക്കണേ. ആ അതെ, അതെന്താ ഞെട്ടിപ്പോയിട്ട് അത് നോക്കിയിട്ട് പോയി. വെച്ചല്ല കമ്പ്യൂട്ടർ ഒക്കെ ഇട്ടിരിക്കുന്നത്. ആണോ? ലച്ചുവിന്റെ ട്യൂഷൻ ക്ലാസ് എത്താറായി. ട്യൂഷന് പോണോ? ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല, നമ്മള് പെട്ടെന്ന് എത്തും. വലിയ തിരക്കില്ലാതെ നമുക്ക് എത്താൻ പറ്റിട്ടാ. സൺഡേ അല്ലേ? എല്ലാം എടുത്തില്ലേ ഓട്ടോന്ന്? പോവാം, കേറിക്കോ. അപ്പൊ നമ്മള് വീടെത്തിട്ടാ, വീട്ടിലേക്ക് കേറട്ടെ. അപ്പൊ ഞാൻ കേറട്ടെ, സാരിയെ കൊടുത്തിട്ടേ. അവര് വേഗം കേറിപ്പോയി. എന്നാ ഇതൊക്കെ ഒന്ന് പിടിക്കാൻ കൂട്. ഇപ്പൊ കേറാൻ പറ്റണില്ല, ഇതൊക്കെ കൊടുത്തിട്ട് വീട്ടിലെത്തി. ഇവിടെ ആരും റെഡി ആയിട്ടൊന്നും ഇല്ല കേട്ടാ. നമ്മുടെ ഫംഗ്ഷൻ വന്നിട്ട് 12-25 ഇടക്കാണ്. അമ്മയൊക്കെ കണ്ട നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് നിക്കണത്. അവരൊന്നും റെഡി ആയിട്ടില്ല, നമ്മള് മാത്രം റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞാവ റെഡി ആയിട്ടില്ല, കുഞ്ഞാവിടെ അമ്മ റെഡി ആയിട്ടില്ല, കുഞ്ഞാവിടെ അച്ഛൻ റെഡി ആയിട്ടില്ല. കുഞ്ഞാവിടെ അച്ഛന്റെ വീട്ടുകാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടാ. കുഞ്ഞാവിടെ അച്ഛമ്മ, അച്ഛൻ, കുഞ്ഞാവിടെ അപ്പച്ചി, അങ്ങനെയൊക്കെ എല്ലാരും എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കാൻ ട്ടാ. എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കണേണ് കേട്ടാ. വിളക്കൊക്കെ കത്തിച്ച്. ഇപ്പോഴാണ് നമ്മുടെ സമയം 12-നും 12:25 ഇടയിലാണ് കേട്ടാ. ആദിക്കുട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണേ. ആയിക്കോട്ടെട്ടാ. അച്ഛനെവിടെ? അടിച്ചെന്തിനി ആയിക്കോട്ടെ, കുട്ടി കരയണ. അടിച്ചെന്തിനി പിന്നെ വിളക്ക് ഓഫ് ചെയ്യാമോ? അപ്പൊ നമ്മുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അതേ അവിടെ എല്ലാരും കൂടി വിളമ്പലുണ്ട്. സദ്യയാണ്. അപ്പൊ നമ്മുടെ ഊഴം കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 28-ന് നമ്മളങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല കേട്ടാ. നമ്മള് കുറച്ചുപേര് മാത്രം ആ പേരുമണി കെട്ടാൻ വേണ്ടി മാത്രം. ഇനി ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പിന്നെ 56-നൊക്കെ ആയിട്ടാ നടത്തുള്ളൂ. അതുകൊണ്ട് നമ്മള് എത്ര 10-15 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ദീപചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ദീപചേച്ചിക്ക് കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ദീപചേച്ചിനൊക്കെ മിസ് ചെയ്യണേന്ന്. ഇത് ഓവറാണ്. ഇതാണ് ഫാഷൻ. എവിടെ ഇത്ര ഇട്ടാ മതി. ഇതൊക്കെ ഒരു ഫാഷൻ സെൻസ് ഇല്ലാത്ത ഇതിടരുതട്ടാ. അപ്പൊ നമ്മൾ നമ്മുടെ ചൂടെടുക്കുക. എന്റെ ഹെൽപ്പ് വേണോ? എല്ലാരും കൂടി ആയ
ഞാൻ പിന്നെ അതെ ഇത് അന്നത്തെ സ്ഥലത്ത് നല്ലട്ടാ. അത് ശരി. ഹലോ, ആകെ ടെൻഷൻ അടിച്ചിരിക്കണേ. കറി ബാക്കി ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകണം. അത് ആലോചിച്ചിരിക്കും. പായസം ഉണ്ടാവോ ബാക്കി? നിങ്ങളും ഇങ്ങനെയാണ്? ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട, അടിപൊളി എന്ന് പറയണ്ട. കാരണം ഇതിങ്ങനെ തുറക്കുമ്പോഴേ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടാ. തുഷനിലിട്ട് തുമ്പപ്പ് ചോറിട്ട് സാമ്പാർ ചമ്മന്തിയും. നമുക്ക് ഇതേ കൂട്ടുകറി ഉണ്ട്. പിന്നെ ഒന്ന് പിടിക്കുക ചേട്ടാ. അപ്പൊ നമ്മുടെ കറികൾ എന്തൊക്കെയാന്ന് വെച്ചാ മിനി സദ്യ ഉണ്ടാ നമ്മള് പറഞ്ഞേക്കണത്. അതുകൊണ്ട് അധികം പേരെ വിളിക്കാത്തോണ്ട് കൂട്ടുകറി ഉണ്ട്. പിന്നെതാ പുളിയഞ്ചി ഉണ്ട്. പുളിയഞ്ചി, ക്യാബേജ്, സാമ്പാറ്, രസം, കാളൻ, അവിയല്, അച്ചാറ്, പിന്നെ പപ്പടവും പഴവും പായസവും. ഇതാണ് കേട്ടോ നമ്മുടെ മിനി സദ്യ എന്ന് പറഞ്ഞത്. വിജയലക്ഷ്മി എന്നാണ് നമ്മള് ഓർഡർ ചെയ്തത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചിട്ട് പറയാം. അന്ന് ഓപ്പോസിറ്റ് വേറെ ഉണ്ട് അമ്മയല്ല ചെയ്തിട്ട് ഇവിടെ ഇരിക്കാന്ന്. ഞാനിവിടെ കുറച്ച് വരുമ്പോഴാ മതി, നമുക്ക് രാത്രി എടുക്കാം. ചെയ്തിട്ട് ഇവിടെ ഇരുന്നത് ചേട്ടാ. ഇവിടെയാണോ? ഇത് അമ്മയുടെ അല്ലേന്ന് തോന്നുന്നു. പിന്നെ വേണ്ട, എനിക്ക് ചാറ് മതി. അത് വേണമെങ്കിൽ ഒന്ന് എടുക്കാലോ. അമ്മയ്ക്ക് പപ്പടം വേണോ? പായസം ചെയ്തിട്ട് ഇനി കേറിയിരുന്നോട്ടാ. അതെന്താണെന്നറിയോ, സേതന് ഇഷ്ടമല്ല സാമ്പാർ. ചോറിലൊന്നും സേതന് സാമ്പാർ ഇഷ്ടമല്ലാത്തോണ്ടേ ഇവിടെയും വിളമ്പിയിട്ടില്ല. എല്ലാം നല്ല കറികളാണ് കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാളനൊക്കെ അടിപൊളി കാളൻ. അപ്പൊ അതേ നമ്മുടെ ഇത്ര കുറച്ച് കറികളൊക്കെ ബാക്കിയായിട്ടുണ്ടല്ലേ അമ്മേ? ശരിയാ, നമുക്ക് രാത്രിയൊക്കെ കൂട്ടിയാ. ഇത്തിരി സാമ്പാർ എനിക്ക് വേണം, അച്ഛനും ഉണ്ടാവാൻ. കാളൻ, പിന്നെ ദേ കുറച്ച് ബാക്കിയാന്നുള്ളു. അപ്പൊ എല്ലാരും പോയി. ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി. ഇനി ഞങ്ങള് ഈ പാത്രമൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കട്ടെ കേട്ടാ. അപ്പൊ അതേ ലച്ചുവിന്റെ അമ്മമ്മയും ലച്ചുവിന്റെ അമ്മയൊക്കെ ഇവിടെ ഇങ്ങനെ നിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് അടുത്തോ താഴെ കളയാതെ കഴിക്കണം കേട്ടാ. അമ്മ എല്ലാം പകർത്തിയൊക്കെ വെക്കുക. അപ്പൊ ഞാനും അമ്മയുടെ കൂടെ കൂടട്ടെ. ദീപ ചേച്ചി, ഞങ്ങള് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ദീപ ചേച്ചീനെയും ഫാമിലീനെ കേട്ടാ. കാരണം ദീപ ചേച്ചി ഇതൊക്കെ ഉണ്ടെങ്കിൽ ദീപ ചേച്ചി എല്ലാം ചെയ്തോളൂ. അമ്മയ്ക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. അപ്പം ഞാനിതെല്ലാം ബാക്കി വരുന്നതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. എന്നിട്ടാണ് ഞങ്ങൾ കുറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ച്. ഇനി കുറച്ച് പണിയൊക്കെ കൂടി നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല. 3:30 മണിയായിട്ടാ. എന്താ അവിടെ കിടക്കണം കണ്ടോ? അത് മാറ്റണത്. എല്ലാവരും ഓരോ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചരിഞ്ഞു. അമ്മ റെസ്റ്റ് എടുത്തില്ല, അമ്മ പണിയാ. ഇതെല്ലാം കഴിഞ്ഞില്ലേ? എത്ര വട്ടം കറി ഉണ്ടായിരുന്നു? 1 2 3 4 5 6 ഇതിൽ കൊണ്ടില്ലേ?
അപ്പൊ സുഖായില്ലേ? ഓരോന്നോരോന്നെടുത്ത് അന്ന് നമ്മള് പ്ലാസ്റ്റിക് പാത്രത്തിലല്ലേ തന്നത്? ആ, സാമ്പാറ്, ചോറ്, പായസം ഒക്കെ നല്ല പാത്ര. എല്ലാവർക്കും ആവശ്യത്തിന് കൊണ്ടേന്താണ്. ഇത് ഇവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പൊ ഇനിതാ ഇതും കൂടി ഉണ്ട്. സ്പൂണുകളൊന്നും ഉണ്ടായില്ലല്ലേ? ആ, എന്നാ മതി. അല്ലെങ്കിൽ പിന്നെ മാറിപ്പോണ്ട. അല്ല, അവർക്ക് കഴുകി വെച്ചപ്പോ കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. അത് തന്നെ, നല്ല ശ്രദ്ധയരുത്. എല്ലാം നമുക്ക് കറക്റ്റ് കുറച്ച് ബാക്കി രാത്രി കഴിക്കാം. അങ്ങനെ ഒന്നും അങ്ങനെ ബാലൻസ് ഇല്ല കേട്ടാ. അതെ, 15 ആൾക്കാർ നമ്മൾ പറഞ്ഞത്, 13 ആൾ ഓൾറെഡി ഉണ്ടായിരുന്നു. എല്ലാരും നല്ലോണം കഴിച്ച് ഹാപ്പി ആയി, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഹാപ്പി ആയി. അപ്പം ആ പണി കഴിഞ്ഞു അല്ലേ അമ്മ? അപ്പൊ നമ്മൾ പാത്രം എല്ലാം നമ്മളിങ്ങനെ കഴുകി വെച്ചുട്ടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്ക് കഴുകേണ്ട ആവശ്യം ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അവർ കഴുകണ്ടെന്ന് പറഞ്ഞത്. അപ്പം കുറച്ചേരൊക്കെ കിടക്കാന്ന് വിചാരിച്ചു. കിടന്ന് എല്ലാരും ഒരേ സ്ഥലത്ത് കിടന്ന്, അച്ഛൻ അവിടെ പോയി കിടന്ന്, അമ്മയാണ് ഇപ്പൊ പണിയെടുത്ത് കിടക്കണം. അമ്മ നീ ഇതെല്ലാം കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി ചോറെല്ലാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ചോറ് ഇതുപോലെ തന്നെ മറന്നുപോയി, തിളപ്പിച്ചൊന്നും ഊറ്റിയില്ല അവിടെ വെച്ച്. പക്ഷെ രാത്രിയൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 9ാം മാസം കാണാൻ വരുമ്പോ അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞു, ഇപ്രാവശ്യം നമുക്ക് നേരത്തെ ചൂടാക്കി വെക്കാം. തിളപ്പിച്ചങ്ങോട്ട് വെച്ചാൽ പിന്നെ നമ്മളാണെങ്കിൽ രാത്രിയത്തേക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ രാത്രിയത്തേക്ക് കൂടി കഴിച്ചാൽ എല്ലാം തീരൂട്ടാ. അത്രേ ഉള്ളൂ ഫുഡ്. എന്ത് വെയില എന്റെ ഒന്നോ, വെയില് വരട്ടെ. ഇനിയിപ്പൊ തുണിയൊന്നും ഉണക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഇവിടെ അല്ലേ ഇന്നലെ വീട്ടില് പെയിന്റിങ് ഒക്കെ ആയിരുന്നു. 2-3 ദിവസവും പെയിന്റുകാർ എന്ന് വന്ന് അന്നൊക്കെ മഴയാണ്. ഇന്നിപ്പോ അവരില്ല. അപ്പൊ അത് ഇന്ന് വെയില്. ഞാനൊന്ന് വെതർ നോക്കണം നാളത്തെ. അപ്പൊ അതേ ഞങ്ങള് പോവാൻ നിൽക്കുകയാണ് കേട്ടാ. ചെയ്തേട്ടൻ ഊബർ ബുക്ക് ചെയ്യുന്നു. ഇവിടുന്ന് പോവാൻ തോന്നണില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, പോവണ്ടേ. ഞാൻ മഞ്ഞില്ലേ ചെയ്തേട്ടാണ് ഈ സന്തോഷം. മനസ്സിൽ ലഡ് പൊട്ടി. ആ, ഞാൻ ഇങ്ങനെയല്ലേടാ പിടിക്കാറ്. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പിടിച്ചിട്ടില്ല. ആ, ബുക്ക് ചെയ്താ എപ്പ വരും? ഇപ്പൊ തന്നെ വരും. അപ്പൊ ഞങ്ങൾ വണ്ടി നോക്കി നിക്കുന്നു. ബായ് അമ്മ. ലച്ചൂന്നൂടെ നിന്നോ? അമ്മ പൊയ്ക്കോ. ഓട്ടക്കാര് കിടന്നവിടെ അമ്മ പൊയ്ക്കോ. അങ്ങനെ ഞങ്ങള് ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ 1/2 മണിക്കൂർ കഴിയാറായി. ഒന്നും പിക്ക് ചെയ്യുന്നുണ്ടായില്ല. നമ്മളിവിടെ നോക്കിയിരിക്കണേ. അമ്മനോട് പൊയ്ക്കോന്ന് പറഞ്ഞു. കാരണം എത്ര നേരം അമ്മ ഇവിടെ നിൽക്കും. വേറൊരു ഓട്ടോനെ കൈ കാണിച്ചപ്പോ ചെയ്തിട്ട് അത് വേണ്ട റേറ്റ് കൂട്ടില്ലാന്നും പറഞ്ഞിട്ട് അത് കേട്ടില്ല. ഇപ്പൊ അങ്ങനെ പ്ലേറ്റ് വെച്ച് ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് വാങ്ങും. ഒരു 20 രൂപയ്ക്ക് കൂടുതലാവുള്ളൂ. നന്നായി. അയാൾ എത്ര പ്രാവശ്യം പറഞ്ഞതാ കേറിക്കോന്ന്. അച്ഛന് ഇവിടുന്ന് പോവാൻ തോന്നണില്ല. അങ്ങനെ ഞങ്ങൾ ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി. സമാധാനമായി. വീട്ടിലെത്തിയാൽ മതി. എനിക്ക് കുറെ പണിയുണ്ട് കേട്ടോ. യൂണിഫോം തേക്കണം. പിന്നെ ആകെ റൂമൊക്കെ അങ്ങനെ അലമ്പായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരുങ്ങാനൊക്കെ പോകുമ്പോ അങ്ങനെയല്ല. അതെല്ലാം ശരിയാക്കിയിട്ടാണ് കിടന്നുറങ്ങാൻ. അപ്പൊ അത്ര കേട്ടാ. ബൈ.